Hi friends, Xiaomi ഫോണുകൾ നമുക്കറിയാം. ഏറ്റവും നല്ല ഫോണുകൾ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ Redmi Note 5 Pro ആ ഫോൺ ഇറക്കിയാൽ ആ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഡിസൈനൊക്കെ ഒരുപാട് മാറി, വാട്ടർ ഡ്രോപ്പ് നോച്ചും ഗ്ലാസ് ഫിനിഷൊക്കെ വന്നപ്പോഴും Xiaomi മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ Xiaomi മാറിയിരിക്കുകയാണ്. ആ തരത്തിലുള്ള സെറ്റുകളുമായിട്ട് അത്തരത്തിലുള്ള ഫോണുകളും ബ്രാൻഡുകളുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടിലൻ ഐറ്റം ഇറങ്ങിയിരിക്കുകയാണ്. ഗ്ലാസ് ഫിനിഷും വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ ആയിട്ട് MI Play ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. കാണാൻ നല്ല സ്റ്റൈലിഷ് ആയ ഷവോമിയുടെ ഫോണുകൾ, മിഡ് റേഞ്ചിലെ ഫോണുകളിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയ ഫോണായിട്ട് MI Play ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണെന്ന്, എത്രത്തോളം നല്ല ഫോണാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ റേഞ്ചിൽ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ കിട്ടും, നിങ്ങൾക്ക് അങ്ങനെ കാണാൻ. അപ്പോൾ MI Play എന്ന ഫോണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഡിസൈനാണ്. 5.8 ഇഞ്ച് കോമ്പാക്ട് ഡിസൈനാണ്. അപ്പോൾ വാട്ടർ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ സൈഡിൽ ഗ്രേഡിയൻ കളറൊക്കെയുള്ള നല്ല സ്റ്റൈലിഷ് ഗ്ലാസ് ഫിനിഷ്, പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ 10,000-15,000 ഇടയ്ക്ക് ഇപ്പോൾ ഓണർ 8X, Realme 2 Pro, Realme U1 ഈ ഫോണുകളൊക്കെ നല്ല ഗ്ലാസ് ഫിനിഷും വാട്ടർ ഡ്രോപ്പ് നോച്ച് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഫോണുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവയോട് കോമ്പീറ്റ് ചെയ്യാൻ ഷവോമിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷവോമിക്ക് ആ ഫോണായി. നല്ല കിടിലൻ ഡിസൈൻ, അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. MI Play എന്നാണ് ഫോണിൻ്റെ പേര്. അപ്പോൾ ഡിസൈൻ സൈഡിൽ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഡിസൈനെ പറ്റി നമുക്ക് അറിയാം. ഈ റേഞ്ചിലെ ഏറ്റവും നല്ല ഡിസൈനിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻ എന്നുള്ള സംഭവത്തിലേക്ക് ഷവോമി എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഷവോമി ഡിസൈനിൻ്റെ കാര്യത്തിനും പ്രാമുഖ്യം കൊടുത്തു തുടങ്ങി എന്നർത്ഥം. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ Helio P35 നല്ല ഒരു 12nm ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രൊസസ്സറാണ് P35 എന്ന് നമുക്ക് ഏറെക്കുറെ പറയാം. പക്ഷേ P70 അല്ലെങ്കിൽ ഓണർ 8Xൻ്റെ കിരൺ 710 അല്ലെങ്കിൽ Realme 2 Pro ഇരിക്കുന്ന അല്ലെങ്കിൽ Asus Max Pro M2 ഇരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 660 അതുമായിട്ടൊന്ന് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഈ പറയുന്ന P35 ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വലിയ ശ്രദ്ധ കൊടുത്തപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് പോയി എന്നുള്ളത് ഒരു സത്യമാണ്. 4GB RAM 64GB സ്റ്റോറേജ് ഒക്കെ ഉണ്ട് എങ്കിലും പ്രൊസസ്സറിൻ്റെ പവർ കുറവുകൊണ്ട് ഇത് സ്വല്പം പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് പുറകിലേക്കാണ്. അടുത്തതായിട്ട് ക്യാമറയുടെ കാര്യം നോക്കിയാൽ 12+2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്. ഫ്രണ്ട് സൈഡിൽ 8 മെഗാപിക്സൽ ക്യാമറയുള്ളൂ. AI ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ റേഞ്ചിൽ മറ്റു ഫോണുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ 12+2 റിയർ സൈഡ് ഓക്കെ എന്ന് പറയാം. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 8 മെഗാപിക്സൽ ക്യാമറയുള്ളൂ. എന്തായാലും 15,000 രൂപയുടെ ആ റേഞ്ചിൽ ഈ ഒരു ക്യാമറ സെറ്റപ്പിന് വലിയ ലൈഫില്ല. കാരണം ഇപ്പോൾ 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയ്ക്ക് ആയിട്ട് കിടിലൻ സെറ്റപ്പിലാണ് 11,999 Realme U1 ഒക്കെ നിൽക്കുന്നത്. ബാക്കിയുള്ള ഫോണിനും 16 മെഗാപിക്സൽ പോലുള്ള റേഞ്ച് ക്യാമറകളുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ക്യാമറകളിലേക്ക് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ വെച്ചുകൊണ്ട് വന്നത് ഒരു നല്ല ക്യാമറ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ ഡിസൈൻ്റെ കാര്യം ശ്രദ്ധിച്ചപ്പോൾ പെർഫോമൻസും പോയി, ക്യാമറയും കുറച്ച് പുറകിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷവോമിയുടെ ക്യാമറകളൊക്കെ അടിപൊളിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ 20,000 താഴേക്ക് നോക്കിയാൽ ഏറ്റവും നല്ല ക്യാമറ ഫോൺ MI A2, Poco F1, അതേപോലെ Redmi Note 6 Pro ഒക്കെ ഷവോമിയുടെ ക്യാമറകൾ അടിപൊളിയാണ്. അതുകൊണ്ട് ഈ 8 മെഗാപിക്സൽ ക്യാമറ ചിലപ്പോൾ അത്ഭുതമൊക്കെ സൃഷ്ടിച്ചേക്കാം. നമ്മൾ ഓൺ പേപ്പർ നോക്കുമ്പോൾ 8 മെഗാപിക്സൽ കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അടിപൊളിയായേക്കാം. എന്തായാലും നമ്മുടെ ഇടയിലേക്ക് വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ 3000 mAh ഉള്ളൂ. ഈ ഒരു റേഞ്ചിൽ 3500 mAh, 4000 mAh ഒക്കെ നമുക്ക് കാണാം. ഷവോമിയുടെ ഫോണുകളിൽ തന്നെ 4000 mAhൻ്റെ ഫോണുകളുണ്ട് ഇവിടെ. 15,000 രൂപയുടെ റേഞ്ചിലൊക്കെ നോക്കിയാൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് 3000 mAh ബാറ്ററി എന്ന് പറയുന്ന ഒരു കുറഞ്ഞ ബാറ്ററി വെച്ചുകൊണ്ട് ഷവോമി വരുന്നത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്, ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ നല്ല ഡിസൈൻ കൊണ്ടുവന്നു ഷവോമി. ഇതുവരെ ഷവോമി ശ്രദ്ധിക്കാത്ത മേഖലയിൽ ഷവോമി ശ്രദ്ധിച്ചപ്പോൾ പെർഫോമൻസും ക്യാമറയും ബാറ്ററിയും എന്ന് വെച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും ഈ ഫോൺ പുറകോട്ടാണ് പോയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പറിലെങ്കിലും. വരുമ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇതിൽ കണ്ടിട്ട് വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ചൈനയിലത്തെ ഒരു അവസ്ഥയാണ്. ചൈനയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അവിടെ ഇത് 11,000 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പൊടിക്ക് കൂടിയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ 15,000 രൂപ റേഞ്ചിൽ ഈ ഫോൺ വരുമ്പോൾ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ റേഞ്ചിലാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഈ ഫോണിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ നല്ല പെർഫോമൻസും ക്യാമറയും ബാറ്ററിയൊക്കെ ആയിട്ട് അവിടെ ഇഷ്ടം പോലെ ഫോണുകളുണ്ട്. പ്രത്യേകിച്ചും Asus Max Pro M2 ഇത്രയും വലിയൊരു ബാറ്ററി, 5000 mAh ബാറ്ററി ഉണ്ട്. Redmi Note 6 Pro 4000 mAh ബാറ്ററി ഉണ്ട്. 5 Pro അതിനും ഈ പറഞ്ഞ പോലെ 4000 mAh ബാറ്ററി ഉണ്ട്. കിടിലൻ ക്യാമറ സെറ്റപ്പ്, സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഷവോമിയുടെ ഫോണുകൾ തന്നെ അവിടെ ഇതിനേക്കാളും ബെറ്ററായ ഫോണുകളുണ്ട്. മറ്റുള്ള ഫോണുകളും ഇതേപോലെ ബെറ്ററായ ഫോണുകൾ. അപ്പോൾ ഈ റേഞ്ചിൽ ഈ ഫോണിന് വലിയ സ്കോപ്പില്ല. ഡിസൈൻ മാത്രം ഉണ്ടായതുകൊണ്ട് ഈ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഉചിതമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ പൈസ മുടക്കാൻ. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഷവോമി ഈ മാർക്കറ്റ് വിട്ട് മാറുകയാണോ, അതോ ഷവോമി താഴേക്ക് പോവുകയാണോ? ഏറ്റവും നമ്പർ 1 നിന്നും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോ ഷവോമി ബോധപൂർവം എന്തെങ്കിലും ചെയ്യുന്നതാണ്?
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നില്ലേ ഷവോമി തോൽക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമകളിലൊക്കെ പറയുന്ന പോലെ പുലി പതുങ്ങുന്നത് പായാൻ വേണ്ടിയിട്ടാണെന്ന പോലെ എന്തെങ്കിലും ഒരു അത്ഭുതം കൊണ്ട് വന്നാലും ചിലപ്പോൾ വന്നാൽ നന്നായി. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷവോമി ഇപ്പോൾ MI TV അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിൻ്റെ മേഖലയിലേക്ക് തിരിയുന്നു. പിന്നെ ഇപ്പോൾ ചൈനയിലൊരു ഓപ്പറേറ്ററെ ഐഡിയ എയർടെൽ പോലത്തെ ചൈനയിലത്തെ ഒരു സംഭവം അവർ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഷവോമി ഫോണിൻ്റെ മേഖലയിലുള്ള കോൺസെൻട്രേഷൻ വിട്ട് ബാക്കിയുള്ള മേഖലയിലേക്ക് തിരിയുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഷവോമി ഇവിടെ ചെയ്തിരിക്കുന്നത് അവരുടേതായ ഒരു സ്റ്റൈലല്ല. അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ Redmi Note 5 Pro ഇറക്കിയാൽ ആ റേഞ്ചിലെ ഏറ്റവും മികച്ച ഫോൺ അതായിരുന്നു. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പ്ലസും പറഞ്ഞു മൈനസും പറഞ്ഞു. മൈനസ് നിർഭാഗ്യവശാൽ കൂടുതലായിരുന്നു കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഫോണുകളുമായിട്ട്. ഇനി വില കുറച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് നല്ല ഫോണായി മാറുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്ന റേഞ്ചിലേക്ക് വന്നാലാണ് നമ്മൾ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് അത്ര നല്ല ഫോണായിട്ട് തോന്നാതിരിക്കുന്നത്. അപ്പോൾ സത്യമാണ് നമ്മൾ പറയുന്നത്, രണ്ട് വശവും നമ്മൾ പറയും. അതെൻ്റെ ഒരു രീതിയാണ്. അത് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിനി ഇപ്പോൾ ഷവോമിയുടെ ഫാൻസിന് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക, വേറെ നിവൃത്തിയില്ല. സത്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.